വേദിയിലിരിക്കുന്ന പുരസ്കാര സമർപ്പണത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ എ ശ്രീധരൻപിള്ള, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനീയ വ്യക്തിത്വങ്ങളെ, സംപൂജ്യരായിട്ടുള്ള ഗുരുജന്മങ്ങൾ, INA ഹീറോ വക്കം ഖാദർ ദേശീയ പുരസ്കാരം 2024 കിംസ് ഹെൽത്ത് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ MI സഹദുള്ളയ്ക്ക് സമർപ്പിക്കുന്ന പ്രശസ്തി പത്രമാണ് ഇത് വായിക്കുന്നത്. ആതുര സേവന രംഗത്തും സാമൂഹിക പുനരുദ്ധാരണ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ശ്രദ്ധാർഹമായ സംഭാവനകൾ നൽകി വരുന്ന വിശിഷ്ട വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഡോക്ടർ MI സഹദുള്ള. തിരുവനന്തപുരത്ത് മാത്രമല്ല, ഇന്ത്യയിലെ ചില പ്രധാന നഗരങ്ങളിലും ബഹ്റിൻ, UAE, സൗദി അറേബ്യ, ഖത്തർ എന്നീ ഗൾഫ് രാജ്യങ്ങളിലും മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ സ്ഥാപിച്ച് വിപുലമായ ആരോഗ്യ ശൃംഖലയ്ക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദവും അയർലൻഡിലെയും ലണ്ടനിലെയും സർവകലാശാലകളിൽ നിന്ന് ഉന്നത ബിരുദവും നേടിയ ഡോക്ടർ MI സഹദുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായാണ് സേവനം ആരംഭിച്ചത്. തിരുവനന്തപുരം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കിംസ് ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി 30 കോടി രൂപയുടെ ചികിത്സാ സഹായം സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള രോഗികൾക്ക് നൽകിയിട്ടുണ്ട്. ഹൃദയസ്പന്ദനം, ഹൃദ്രോഗ ചികിത്സ, ഗുരുവന്ദനം, വിരമിച്ച അധ്യാപകർക്ക്, ടച്ച് ലൈഫ്, ക്യാൻസർ രോഗികൾക്ക് തുടങ്ങിയ പദ്ധതികൾക്ക് അദ്ദേഹം നടപ്പിൽ വരുത്തി. കൂടാതെ ക്യാൻസർ പ്രതിരോധ ഗ്രൂപ്പ്, 600-ലധികം മെഡിക്കൽ ക്യാമ്പുകൾ, ആരോഗ്യ ബോധവൽക്കരണ പരിപാടികൾ, പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ആധുനികവൽക്കരിച്ച് ക്ലാസുകൾ ഡിജിറ്റലൈസ് ചെയ്യുക, വിദ്യാർത്ഥികൾക്ക് ടോയ്ലറ്റുകൾ, ഭക്ഷണശാലകൾ എന്നിവ സൗകര്യപ്പെടുത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം നൽകുന്നു. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കും മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്കും പ്രതികൂലമായ സാന്ത്വന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ബാധിച്ചിരിക്കുന്ന ലഹരി ഉപയോഗത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കാനുള്ള ബോധവൽക്കരണ പരിപാടികളിലും ശ്രദ്ധേയമാണ്. സൗദി അറേബ്യയിൽ സൗദിയൻ അമേരിക്കൻ ഓയിൽ കമ്പനിയിലെ 25 വർഷക്കാലത്തെ സേവനമാണ് 1996 കിംസ് ഹെൽത്ത് മാനേജ്മെന്റ് ലിമിറ്റഡ് സ്ഥാപിക്കാൻ പ്രേരകമായത്. 2002 തിരുവനന്തപുരം ആസ്ഥാനമായ കിംസ് ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിച്ചു. 14ഓളം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും പോളിക്ലിനിക്കുകളും ഉൾപ്പെടുന്ന ഒരു വലിയ ആരോഗ്യ ശൃംഖലയായി വളർന്നു കഴിഞ്ഞ കിംസ് 5000-ലധികം ജീവനക്കാരെ ഉൾക്കൊള്ളുന്നതാണ്. ഈ മേഖലകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ ആദരിച്ച് പ്രമുഖമായ ഒട്ടനവധി സ്ഥാപനങ്ങളിൽ നിന്നും വിലപ്പെട്ട പുരസ്കാരങ്ങൾ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരം മഹത്തരായതും അതുല്യവുമായ ജനസേവന പ്രവർത്തനങ്ങൾ പരിഗണിച്ച് ഡോക്ടർ MI സഹദുള്ളയ്ക്ക് 2024 വക്കം ഖാദർ ദേശീയ പുരസ്കാരം ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള സമ്മാനിച്ച് ആദരിക്കാൻ കഴിയുന്നതിൽ ഫൗണ്ടേഷന് പ്രത്യേകമായ ചാരിതാർത്ഥ്യം. Thank you so much. Next we move on to the most exciting part of this event. നമ്മൾ പറഞ്ഞതുപോലെ ആരോഗ്യ മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ കിംസ് ഹോസ്പിറ്റൽ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ MI സഹദുള്ളയെ ആദരിക്കുന്ന ചടങ്ങാണ്. അപ്പം അദ്ദേഹത്തിന് പ്രശസ്തി പത്രം നൽകുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള സാറിനെ ക്ഷണിക്കുന്നു. മറുപടി പ്രസംഗത്തിനായിട്ട് ഡോക്ടർ MI സഹദുള്ളയെ ക്ഷണിക്കുന്നു. മുൻ സ്പീക്കർ മിസ്റ്റർ വിജയകുമാർ പറഞ്ഞവര് ഞാൻ എല്ലാ പേരും വായിക്കാതിരിക്കാൻ നോക്കരുത്, പക്ഷേ ഞാൻ എല്ലാ പേരും വായിക്കാൻ പോകും. സ്വാഗതം പറഞ്ഞ മിസ്റ്റർ MM ഇക്ബാൽ എൻ്റെ സെക്കൻഡ് കസിനാണ്. ഇക്ബാലിക്ക എന്നാണ് ഞങ്ങളെല്ലാം വിളിക്കുക. അപ്പോൾ അദ്ദേഹം ഒരു അവാർഡിന് വിളിച്ചാൽ
പിന്നെ അതിനകത്ത് പിന്നെ രണ്ടാമത്തെ ചോദ്യമില്ല, അത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ എങ്ങനെ എടുക്കാം, ജഡ്ജിങ് കമ്മിറ്റിയെല്ലാം ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഇക്കാണ് അത് കിട്ടിയത്. പക്ഷെ അതിനേക്കാൾ എനിക്ക് ഇമ്പ്രഷനായി തോന്നിയത് വെച്ചാൽ നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയോ എന്ന് എനിക്കൊരു സംശയം. കാര്യം അത്ര വീറോടുകൂടി ഒരു സേനാനിയെ പോലെയാണ് സംസാരിക്കുന്നത്. ആക്ച്വലി 96ാമത് ബർത്ത്ഡേ കഴിഞ്ഞ ആഴ്ച ഞാനും കൂടെ പോയതാണ്. അപ്പോൾ ഈ വിധത്തിലുള്ള ഉത്സാഹതയും എനർജിയും ഈ ഏജിലെല്ലാം എത്ര പേർക്ക് കാണുമെന്നുള്ള വളരെ രസകരമായ കാര്യമാണ്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് പലക്കെ ഞാൻ ശരിക്കും ഞാൻ നന്ദി പറയുന്നു. BS പാചകത്തിൽ നിങ്ങളുടെ നല്ല വാക്കുകൾക്കും നാസർ കടേറ, സ്പീക്കർ വിജയകുമാർ ഞങ്ങളുടെ വളരെ അടുത്ത സ്നേഹിതനും എല്ലാ വിധത്തിലും ഇടപെടുന്ന ആളാണ്. പിന്നെ മറ്റേ അധ്യക്ഷനെ പറ്റിയാണ് ആദ്യം പറയേണ്ടത് ആക്ച്വലി. പക്ഷേ അത് ഇടയ്ക്ക് ഞാൻ ഓർഡറിൽ വന്നപ്പോൾ തെറ്റിപ്പോയതാണ്. പണ്ടൊരിക്കൽ ഞാനൊരു പ്രസംഗത്തിൽ ദൂരെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് അധ്യക്ഷൻ ONV കുറിപ്പായിരുന്നു. അപ്പം ഞാൻ ആദ്യം ഗവർണർ ഇരുന്നുകൊണ്ട് ഗവർണർ ആദ്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ONV കുറിപ്പ് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനൊരു പാഠം പറയുകയാണ്. ഒരു 10-20 വർഷം മുമ്പ് എപ്പോഴും ആദ്യം സംസാരിക്കേണ്ടത് അധ്യക്ഷനെ പറ്റിയാണ്, അതിനുശേഷമേ ഉദ്ഘാടനത്തെ പറ്റി മനസ്സിലായോ. അതാണ് എൻ്റെ ചടങ്ങ്. ഞാൻ പറഞ്ഞു സാർ പറഞ്ഞതിന് വളരെ ഉപകാരം. അപ്പോൾ അതുകൊണ്ട് പിന്നെ MM ഹസൻ എല്ലാ വിധത്തിലും ബഹുമാന്യനാണ്. എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ കല്യാണം കഴിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മോളെയും കൂടെയാണ്. അപ്പോൾ അങ്ങനെ പല ബന്ധങ്ങളുമുണ്ട്. പിന്നെ അതുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ചതിൽ വളരെ വളരെ നന്ദി പറയുന്നു. നമ്മുടെ ഗവർണർ അദ്ദേഹത്തിനെ പറ്റി പറഞ്ഞു. ഇവിടെ ബുക്കുകൾ എത്രയാണ് പ്രസിദ്ധീകരിച്ചതെന്നൊരു സംശയം ഉണ്ടായി. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറയാം, 250. അപ്പോൾ അത്രയും ബുക്കുകൾ എഴുതിയിട്ടുള്ളതും പ്രമാണ്യനായ അത്രയും പ്രശസ്തനായ ഒരു ലോയറുമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഈ അവാർഡ് വാങ്ങാൻ എനിക്കിടയായതിൽ ഞാൻ വളരെ ഭാഗ്യമെന്ന് കരുതുന്നു. വളരെ വളരെ നന്ദിയുണ്ട്. പ്രശസ്ത പത്രം വായിച്ചത് ഡോക്ടർ ശൈലജ ബീഗം. അത് വളരെ നല്ല മലയാളത്തിലുണ്ട്. അതെനിക്ക് വേണം. അത് കഴിച്ചാൽ എന്തെങ്കിലും ഇനി കാണിക്കണമെങ്കിൽ താങ്ക് യു ശൈലജ ബീഗം. ആൻഡ് 2-3 വാക്കുകൾ ശരിക്കും ഈ മുഹമ്മദ് അബ്ദുൽ ഖാദറിൻ്റെ 108ാമത് ജന്മവർഷത്തോടുള്ള ഈ പുരസ്കാരം എനിക്ക് ലഭിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാ നാട്ടുകാരുടെയും വളരെ ഫ്രണ്ട്സിൻ്റെയും എൻ്റെ ഒരുപാട് റിലേറ്റീവ്സ് ഉണ്ട്. എൻ്റെ ഹെൽത്ത് കെയർ കിഡ്സ് ഹെൽത്തിൽ നിന്ന് വന്ന ഒരു ഡോക്ടേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമുണ്ട്. ജഗല് തന്നെ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമിലുള്ള മെമ്പറാണ്. അവർക്കെല്ലാം നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് സ്വീകരിക്കാമെന്ന് സാധിച്ചത് എനിക്ക് വളരെ സന്തോഷം. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നത് ഒരു കാര്യമാണ്. കഴിച്ചാൽ ഞാൻ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായി. എൻ്റെ കല്യാണമെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഫാദർലാടെ വീട്ടിൽ ജഗതിയിലാണ്. അദ്ദേഹം ഒരു ജഡ്ജായിരുന്നു. അദ്ദേഹത്തെ വീട്ടിൽ ഇരിക്കുമ്പോൾ എന്നെ അന്ന് വിസിറ്റ് ചെയ്ത ഒരാൾ മിസ്റ്റർ എബ്രഹാം തോമസ്. അദ്ദേഹം അന്നത്തെ ഫൈനാൻസ് സെക്രട്ടറി ആയിരുന്നു, IAS ഓഫീസർ. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ മൂപ്പർ പറഞ്ഞു, സോ വാട്ട് ആർ യു ഗോയിങ് ടു ഡു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോകാനായിട്ട് റെഡിയാക്കിയിരിക്കുകയാണ്. സോ he said that it is better to be first in your village than being second in Rome. And so that's a sentence I remembered all through my life. And നിങ്ങളുടെ
വില്ലേജിലെ ഒരു മുഖ്യ ആളായിരിക്കും റോമില് സെക്കൻഡ് ആകുന്നതിനേക്കാളും നല്ലത് എന്ന് പറഞ്ഞു. അന്ന് വളരെ കാഷ്വലായിട്ട് മൂപ്പർ പറഞ്ഞ ഒരു സെന്റൻസ് ആണ്. പ്രോബ്ലി ഇറ്റ് ഈസ് സെറ്റ് സംവെയർ. അപ്പോൾ പക്ഷെ അതിനെ വളരെ സ്ട്രൈക്ക് ചെയ്തു. ആൻഡ് അങ്ങനെയാണ് പിന്നെ പലയിടത്തും പോയിട്ടും പല വിധത്തിലുള്ള ജോബെല്ലാം കിട്ടിയിട്ടും പിന്നെ അരക്കോയിൽ വളരെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഈ അവാർഡ് കിട്ടുമ്പോൾ ഞാൻ അതാണ് ഏറ്റവുമായിട്ട് ആലോചിച്ചത്. കാര്യം വെച്ചാൽ എൻ്റെ ആളുകളുടെയും എൻ്റെ ടൗൺഷിപ്പിൽ ഞാൻ ഒരു നല്ല സദസ്സിൻ്റെയും നല്ല ഒരു ഗവർണറുടെയും മുമ്പ് കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാൻ നിങ്ങളുടെ സാന്നിധ്യത്തിൽ സംബന്ധിച്ച് ഞാൻ ശരിക്കും സന്തോഷം. പിന്നെ ഒരു 1-2 വാക്കുകൾ ഹെൽത്ത് കെയറിനെ കൂടെ പറ്റി പറഞ്ഞില്ലെങ്കിൽ ശരിയല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് 1-2 വാക്കുകൾ. ഇവിടെ വന്നിട്ട് പല സ്ഥലത്തു നിന്നും പലതും പഠിച്ചു. അങ്ങനെ അത് എന്തെല്ലാം നമുക്ക് ഇവിടെ പ്രാവർത്തികമാക്കാം എന്നുള്ളത് വളരെ ഒരു ചലഞ്ചായിരുന്നു. നമ്മൾ പഠിക്കുന്നതെല്ലാം ഇപ്പോൾ വെളിയിൽ പോയി കാണുന്നതും നടക്കുന്നതും ഇങ്ങോട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. എനിക്ക് വളരെ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ എങ്ങനെ നമുക്കത് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയയിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ആ തുടക്കത്തിൽ ശരിക്കും നടക്കാൻ കാരണമായത് ഈ എൻ്റെ ബ്രദറിൻ്റെ നജീബിൻ്റെ എല്ലാം ഒരു ധൈര്യം കൊണ്ടാണ്. കാര്യം വെച്ചാൽ ഇത്രയും വലിയൊരു വെഞ്ചർ ഇവിടെ ഇങ്ങനെ നടത്താൻ പറ്റുമോ എന്ന് എനിക്ക് ഭയങ്കര സംശയമുള്ളപ്പോൾ മൂപ്പരൊരു ദിവസം ഓണത്തിൻ്റെ അന്ന് ഞാൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ 250 ബെഡുള്ള ഹോസ്പിറ്റൽ കിംസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നജീബും ഡോക്ടർ വിജയരാഘവൻ അതിൽ നിന്ന് വരാൻ വീട്ടിലെ സുഖമില്ലാതെ കിടക്കുക. അദ്ദേഹം കൂടെ ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നജീബിന് തന്നെ പറഞ്ഞു, നജീബ് ഇത് നടക്കുന്ന കാര്യമാണ്, ആളുകളുടെ നിന്നെല്ലാം നമ്മൾ പൈസയെല്ലാം മാറ്റി പിന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ആൻഡ് ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് നീ എന്നെ വലിച്ചു കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞല്ല, അവൻ്റെ ധൈര്യവും അവൻ്റെ അഡ്വഞ്ചറിസവും ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു ടീം വർക്കായിട്ട് ഡോക്ടർ വിജയരാഘവൻ ആൻഡ് ബ്രദർ ഇക്ബാൽ ആൻഡ് പിന്നെ ഒത്തിരി ഡോക്ടേഴ്സ് ഇവിടെ തന്നെ പലരും ഇരിപ്പുണ്ട്. ആൻഡ് ക്ലാസ്മേറ്റ്സ് സമതി TK നായർ KSLECയിലെ ചെയർമാനായിരുന്നു. അങ്ങനെ ഒരുപാട് പേര്, അമിതാഭ് കാന്ത് അന്ന് അദ്ദേഹം KSLECയിലെ MD ആയിരുന്നു. ഇവരുടെ എല്ലാം സുരേഷ് ഹഡ്കോ ആൻഡ് ഇന്നലെ അദ്ദേഹത്തിന് ഞാൻ കണ്ടു. അപ്പോൾ അവരെല്ലാം വളരെ വളരെ മഹാമനസ്കതയോടുകൂടി സഹായിച്ചത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാകാൻ പറ്റിയത്. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഷേപ്പും ഇമേജും പ്രിൻസിപ്പിളും ഒരു ബ്രാൻഡും ഉണ്ടാക്കാൻ പറ്റിയത് നമ്മുടെ ഒരു കൂട്ടായ്മ കാരണമാണ്. ആൻഡ് എത്തിക്കലായിട്ട് നമ്മുടെ നാട്ടിൽ ഹെൽത്ത് കെയർ നടത്താൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്ത എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാം പറഞ്ഞു. നീ എന്തിനാ ചുമ്മാ ആവശ്യമില്ലാതെ പൈസ എല്ലാം കൊണ്ടുവന്ന് ബാങ്ക് ഇട്ടിട്ട് ചുമ്മാ ഇരുന്നപ്പോഴേ നീ എന്തിനാ ഈ ഹോസ്പിറ്റൽ നടത്തുന്നതെന്ന് ചോദിച്ച ആളുകളെല്ലാം ഇന്നും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് വി വിൽ ട്രൈ ആൻഡ് ഫെയിൽ ബെറ്റർ ദാൻ നോട്ട് ട്രൈയിങ് അറ്റ് ഓൾ ഈസ് മൈ പ്രിൻസിപ്പിൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം, പോയാൽ എന്തായാലും പൈസ പോകും, പിന്നെ നമുക്ക് നോക്കാം, പക്ഷേ കൂടുതൽ കടമൊന്നും വരുത്തി വയ്ക്കാതെ ഇത് ചെയ്യണം എന്നുള്ള വിധത്തിലാണ് അന്ന് തുടങ്ങിയത്. പക്ഷേ എത്തിക്കലായിട്ടും ക്വാളിറ്റിയോട് കൂടിയും വളരെ വളരെ പേഷ്യൻ്റ് സെൻട്രിക് ആയിട്ടും, അതായത് പേഷ്യൻ്റ് എക്സ്പീരിയൻസോട് കൂടിയും നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഹെൽത്ത് കെയറിൽ എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് കിംസ് ഹെൽത്തിന് കേരളത്തിൽ കഴിഞ്ഞു. അതിൻ്റെ ചൂട് പിടിച്ച് പിന്നെ ഒരുപാട് ആശുപത്രികൾ വരികയും ഇന്ന് കേരളത്തിലെ ഹെൽത്ത് കെയർ നിലവാരം വളരെ ഒരു ഉയർന്നതാണെന്ന് യാതൊരു സംശയമില്ലാതെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഒരു പക്ഷേ ഗവർണർ പറയുമായിരിക്കും എല്ലാ വിധത്തിലും ഒരു ഉയർന്ന നിലവാരമാണ്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആളുകളാണ്, നമ്മുടെ ജനങ്ങൾ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നല്ല ഹെൽത്ത് കെയർ വേണമെന്ന്. അപ്പം നല്ല ഹെൽത്ത് കെയർ വേണമെന്ന് ഡിമാൻഡ് ചെയ്യുമ്പോൾ ഡോക്ടർമാർക്ക് അങ്ങനെ പൊങ്ങി വരേണ്ടി വരും.
ആ വിധത്തിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളെല്ലാം ചാടിയത്തിലാണ്. അപ്പോൾ ഈ ഈ നമുക്ക് കൂടുതലായിട്ട് ഹെൽത്ത് കെയറിനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ ആളുകൾ പഠിച്ചിട്ട് നിങ്ങൾ ഡിമാൻഡ് ചെയ്യണം. നിങ്ങൾക്ക് നല്ല ഹെൽത്ത് കെയർ വേണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഈ ഡോക്ടർമാർ എന്താ ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദ്യം ചോദിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വി വിൽ ഓൾസോ, ഞാനൊരു ഡോക്ടറാണ്, ഞാൻ പ്രാക്ടീസിങ് ഡോക്ടറാണ്, അപ്പോൾ നമ്മൾ തന്നെ അതിന് പൊങ്ങി വരും. ആ വിധത്തിലുള്ള ഒരു നിലപാട് ജനങ്ങൾ എടുക്കുകയാണെങ്കിൽ അവിടെ ചെന്ന് ഡോക്ടറെ ഇടിക്കണമെന്നല്ല പറയുന്നത്, ഡോക്ടറുമായിട്ട് ഡിസ്കഷൻ നടത്തി ആണെങ്കിൽ വളരെ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് ഇനിയും വരാനുണ്ട്. അങ്ങനെ വരികയും ചെയ്യുമെന്ന് നമ്മുടെ ഹെൽത്ത് കെയർ വളരെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മൊറീഷ്യസിൻ്റെ ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട് നമ്മുടെ ഹെൽത്ത് കെയറിൻ്റെ ഹോസ്പിറ്റലിലാണ് കാണാനായിട്ട്. അവരത് കഴിഞ്ഞിട്ട് ഞാൻ വരുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അമേസിങ്, ഇത്രയും നല്ല ഹെൽത്ത് കെയർ കേരളത്തിലുണ്ടെന്ന് അവർക്കറിയില്ല. അവർ അപ്പോളോയിൽ പോയിട്ട് ടൈപ്പ് ചെയ്യാൻ പോവുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരിവിടെ വന്നപ്പോൾ ഇപ്പോൾ അവർക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് നമ്മളുമായിട്ട് ടൈപ്പ് ചെയ്യാനായിട്ടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വരുത്താൻ പറ്റും. പക്ഷേ അതിന് ജനങ്ങളും ബാക്കിയുള്ള ലീഡേഴ്സും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ പറ്റും. അങ്ങനെ നിങ്ങൾ എന്നെ ഈ ബഹുമാനിച്ചതിന് ഞാൻ ദൈവത്തിന് സ്തുതി പറയുകയും അതോടൊപ്പം നിങ്ങൾക്കെല്ലാം നന്ദി പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ ഇത് സ്വീകരിക്കുന്നു.